ഒരാൾ ഡീക്കനാകുന്നതും വൈദികനാകുന്നതുമെല്ലാം ദിനംപ്രതി നാം കേൾക്കുന്ന വാർത്തകളാണ്. എന്നാൽ ബ്രസീലിലെ നോവോ ഹാംബർഗോ കത്തീഡ്രലിൽ വെച്ച് 63-ാം വയസ്സിൽ സ്ഥിരം ഡീക്കനായി നിയമിതനായ അഡ്രിയാനോ മുള്ളറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ആളുകളെ അതിശയിപ്പിക്കുന്നത്. അഡ്രിയാനോയുടെ പിതാവായ 87-കാരനായ പൗലോ മില്ലർ ഒരു വൈദികനാണ്. 1988-ൽ ഭാര്യയുടെ മരണശേഷമാണ് പൗലോ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അമ്മയുടെ മരണം കുടുംബത്തെ സാരമായി ബാധിച്ചിരുന്നതായും അമ്മയില്ലാത്ത തങ്ങൾ ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്നതായും പൗലോയുടെ 4 മക്കളിലൊരാളായ ഡീക്കൻ അഡ്രിയാനോ സ്ഥാനാരോഹണ വേളയിൽ അനുസ്മരിച്ചു. തങ്ങളുടെ പിതാവ് പൗരോഹിത്യത്തിലേക്ക് നീങ്ങിയപ്പോൾ ആ 4 മക്കളും അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് സമ്മതം നൽകിയ പൗലോയുടെ മക്കളിലൊരാളായ അഡ്രിയാനോയും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഒരു ഡീക്കനായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പൗലോ വാചാലനായി. തൻ്റെ പിതാവ് അന്ന് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചതിനെക്കുറിച്ചും താൻ ഈ 63-ാമത്തെ വയസ്സിൽ ഡീക്കനായി മാറിയതിനെക്കുറിച്ചും അഡ്രിയാനോട് ചോദിക്കുമ്പോൾ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ് ഏറ്റവും ലളിതമായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ദൈവം ഒരാളുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വലിയ ഇടപെടൽ നടത്തുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം.